ഇവിടെ ഈ പറയുന്ന വസുദേവ കുടുംബകം അല്ലെന്നുണ്ടെങ്കിൽ അതിർത്തികളില്ലാത്ത വിശാലമായ ദേശം, അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ പേരുകളൊന്നും ഇല്ലാത്ത വിശാലമായ ദേശം എന്നൊക്കെ നമുക്ക് പറയാം. അത് നടപ്പാകലും താങ്കൾക്ക് അറിയാം. ഉട്ടോപ്യൻ സ്വപ്നമാണ് താങ്കൾക്കും അറിയാം. എന്ത് ഉട്ടോപ്യൻ? ചുമ്മാ അസംബന്ധം എന്നോട് ഞാൻ പറയുന്ന അതിർത്തികൾ ഈ നാട്ടിനകത്ത് രാജാവ് ഉണ്ടായിരുന്നല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഇയാൾ ചോദിച്ചു കഴിഞ്ഞു. ഇല്ല, ഞാൻ ചോദിച്ചില്ല. മനസ്സിലായി. ഇല്ല. ഇവിടെ ശാക്തിക ചേരികൾ കൂടുതൽ ബലപ്പെടുന്ന കാലത്ത്, രാഷ്ട്രങ്ങൾ കൂടുതൽ ശക്തമാകുന്ന കാലത്ത് അതിർത്തികളില്ലാത്ത വിശാലമായ സാമ്രാജ്യം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്നും മൈത്രേയൻ നന്നായി അറിയാം. അറിഞ്ഞൂടാ. തന്നെ പോലുള്ള വിഷയവിവരമില്ലാത്ത മാർക്ക് മാത്രമുള്ള നിലപാടാണ്. അപ്പൊ താങ്കൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ പാകിസ്ഥാനും അതിർത്തികൾ മായാൻ പോകുന്നു, അമേരിക്കയുടെ കാനഡ മെക്സിക്കോ അതിർത്തികൾ മായാൻ പോകുന്നു, വിശാലമായ സ്വർഗം ഉണ്ടാകാൻ പോകുന്നു, താങ്കൾ വിശ്വസിക്കുന്നോ? ഞാൻ വിശ്വാസമൊന്നുമുള്ള ആളല്ല, വിവരമുള്ള ആളാ. അപ്പൊ എന്ത് താങ്കൾ കരുതുന്നു? അറിയുന്ന ആളാ. താങ്കൾ കരുതുന്നു അങ്ങനെ സംഭവിക്കുന്നതല്ല? അതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ. അത് വെറുതെ ജീവിതമാണ്. വെറുതെ ജീവിതം തന്നെ പോലുള്ള ഇതുപോലെ ഇങ്ങനെ വാചടിക്കുന്നവർക്കുള്ളതാണ്. നടക്കില്ല, അത് നടക്കില്ല. അത് ലോകത്ത് നടക്കില്ലെന്നുള്ളത് തന്നെ പോലുള്ള മനുഷ്യന്മാരുള്ളിടത്തോളം കാലം നടക്കത്തില്ലെന്ന് എനിക്കും അറിയാം. അങ്ങയുടെ വിശാലമായ സ്വപ്നം മാത്രമാണ് സ്ഥിതി സമത്വം എന്ന് പറയുന്നത് പോലെ വിശാലമായി നടക്കാത്ത സ്വപ്നം മാത്രമാണ്. സ്വപ്നമാണെന്നുള്ളത് തീരുമാനിച്ചോളാം. മൈത്രേയന്റെ ഈ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ 24 ചാനലിനകത്തുള്ളത്. സോ ഇതിനകത്ത് മൈത്രേയൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് എല്ലാം ഒന്നാകും ഒരു കാര്യമാണ്. അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ലോജിക് എന്ന് പറഞ്ഞാൽ, നമുക്ക് കൊച്ചി എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ട്രാവൻകൂർ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ രാജ്യങ്ങളൊക്കെ തന്നെ യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. തുടക്കം മുതലേ നമുക്ക് ഈ കുഞ്ഞു രാജ്യങ്ങളായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഒരു ചേര ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു, ചോള ഡൈനാസ്റ്റിയുടെ ഭാഗമായിരുന്നു, ആയി ഡൈനാസ്റ്റിയുടെ ഭാഗമായിരുന്നു. അതിനുശേഷം കുഞ്ഞു രാജ്യങ്ങളായി. പിന്നെ അതിനുശേഷം ട്രാവൻകൂർ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിന്റെ ഭാഗമായി. പിന്നെ അവസാനം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമായി. ഇവിടെ എല്ലാം നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട്, സെക്യൂരിറ്റി, ഇന്റേണൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്റ്റേണൽ സെക്യൂരിറ്റി ത്രെറ്റ്സ്. ഇത് ഏത് കാലഘട്ടത്തിലും നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം നേരിടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംവിധാനം, ജുഡീഷ്യറി തുടങ്ങിയ സാധനത്തെയൊക്കെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലെജിസ്ലേച്ചർ ആയിക്കോട്ടെ, ജുഡീഷ്യറി ആയിക്കോട്ടെ, ബ്യൂറോക്രസി ആയിക്കോട്ടെ, ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം നമ്മൾ ഒരു മനുഷ്യന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ്. ഓഫ് കോഴ്സ് അതിനകത്തെല്ലാം തന്നെ പോരായ്മകൾ ഉണ്ടായിരിക്കും. മൈത്രേയനും ജയശ്രീയും ഒക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ അവർ ലൈഫ് സയൻസിന്റെ ആൾക്കാരാണ്, അതായത് ജീവശാസ്ത്രത്തിന്റെ ആൾക്കാരാണ്. അവർ പറയുന്നത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, തെറ്റാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്. വൺ ഈസ് ലൈഫ് സയൻസ്, സെക്കൻഡ് വൺ ഈസ് സോഷ്യൽ സയൻസ്. ലൈഫ് സയൻസിനെക്കാട്ടിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് സോഷ്യൽ സയൻസിനകത്തുണ്ട്. കാരണം ലൈഫ് സയൻസിന്റെ എല്ലാ ഫാക്ടേഴ്സും എല്ലാ കണ്ടന്റുകളും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സോഷ്യൽ സയൻസിലാണ്. ജയശ്രീ ആയിക്കോട്ടെ, മൈത്രേയൻ ആയിക്കോട്ടെ, മറ്റ് ഇന്റർനാഷണൽ സിറ്റിസൺ ആരും തന്നെ സോഷ്യൽ സയൻസിൽ വിശ്വസിക്കുന്നേ ഇല്ല. സോഷ്യൽ സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ ആൾക്കാരും ജീവിക്കുന്നത്.